കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസസ് രുചിക്കുട്ടിൻ്റെ ഹാപ്പി വിഷു. എല്ലാവരും രാവിലെ കണിയൊക്കെ കണ്ടുവല്ലോ അല്ലേ? ഞങ്ങളും കണിയെല്ലാം കണ്ടു, കൈനീട്ടൊക്കെ കൊടുത്തു. ഇനി ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ്. അതിൻ്റെ വീഡിയോയും നമുക്ക് കാണാം. കൈവല്യമേ കൈവല്യ ഇനി നമുക്ക് ഒരു പാലട പായസം ഉണ്ടാക്കാം. നമുക്ക് പായസത്തിന് നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സ് വേണം, പഞ്ചസാര വേണം, പിന്നെ ഏലക്ക പൊടിച്ചത് വേണം, അട ചെറുതായിട്ട് പൊടിച്ചത് വേണം, പിന്നെ പാലും വേണം, മിൽക്ക് മെയ്ഡും വേണം. അടുത്തതായി നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച അട ഇട്ട് കൊടുക്കണം. അത് 10 മിനിറ്റ് തിളയ്ക്കുമ്പോൾ അത് ഊറ്റിയെടുക്കണം. അടുത്തതായി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ അത് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് നല്ലപോലെ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പൊടിച്ചു വെച്ച അട ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം അട വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് കാഷ്യൂ നട്ട്സും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ നല്ല പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.